Dear students, very good morning all. Once more all are welcome to Auditing and Corporate Governance new video classroom. In this video, we are going to discuss auditing techniques. The techniques of audit are devices or methods through which an auditor conducts his audit work to obtain maximum perfection. Auditing techniques are the tools and schemes adopted by an auditor for checking the books of accounts performing his audit. ഇപ്പോൾ ഓഡിറ്റ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്രദമാക്കുന്ന ടൂൾസുകൾ അല്ലെങ്കിൽ മെത്തേഡ്സുകളാണ് ഓഡിറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിറ്ററിൻ്റെ സ്കില്ല്, നോളേജ്, കപ്പാസിറ്റി, ദെൻ ഫേമിൻ്റെ നേച്ചർ, ഓഡിറ്റ് പീരിയഡ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഓഡിറ്റ് ടെക്നിക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്നിക്സുകൾ ഓരോ ഓഡിറ്റർക്കും യൂസ് ചെയ്യാം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ്. Auditing techniques are devices or tools used by an auditor for conducting auditing, but auditing principles are basic rules which governs an auditor's professional responsibility, and fundamental rules are applicable to large extent to all kind of audit. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഓഡിറ്റിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ ഡിവൈസസിനെയാണ് ഓഡിറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു ഓഡിറ്റർ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്നും, അത്തരത്തിലുള്ള റൂൾസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്തു തീർക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ടൂൾസ് അല്ലെങ്കിൽ ഡിവൈസസിനെ ആണ് auditing techniques എന്ന് പറയുന്നത്. Then main differences. Number 1, concept. Auditing principles, the basic rules as per rules books of accounts are audited. Then auditing techniques, devices adopted by an auditor. The nature. Auditing principles are constant. Then auditing techniques are non-constant. Chance for change. Auditing principles remain constant. Then techniques change from period to period or business to business. Freedom to change by an auditor at his will. An auditor at his will cannot change such principles. Then an auditor at his will can change techniques. End and means. Auditing principles are the end. Techniques are the means for applying the principles of audit. Complementary. Work of auditing should base on fundamental principles. Techniques are the devices adopted by an auditor in applying the principle. Next, important auditing techniques. Number 1, vouching. It means a careful examination of the original documentary evidence relating to the recording of transactions. It consists of invoice, receipts, statements, correspondence, minutes, contracts, etc. ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്തു പോകുന്ന പ്രോസസ്സിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, കൺഫർമേഷൻ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ ടു മേക്ക് ഷുവർ ദ ഓതൻറ്റിസിറ്റി, അക്യുറസി ആൻഡ് വാലിഡിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻ മെയ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ ഒരു കമ്പനിയിലെ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഓതൻറ്റിസിറ്റി, അതിൻ്റെ വാലിഡിറ്റി, അതിൻ്റെ അക്യുറസി, ഇത് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഓഡിറ്റർ കോൺട്രാക്ട്സ് റിലേറ്റഡ് പാർട്ടീസ് സച്ച് ആസ് ഒഫീഷ്യൽസ് ത്രൂ ദ ഇൻ്റർവ്യൂ, ക്രെഡിറ്റേഴ്സ് ത്രൂ കറസ്പോണ്ടൻസ്,
The replies from those related parties to the transaction would help the auditor to confirm the transactions. അപ്പോൾ ട്രാൻസാക്ഷൻസുകൾ ഓരോ ഇവൻറ്റുകളും അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളതിൻ്റെയും ഓതൻറ്റിസിറ്റി, അക്യുറസി, വാലിഡിറ്റി ഇത് ഉറപ്പുവരുത്തിക്കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്സാണ്, വൗച്ചിങ് എന്ന് പറയുന്നത് വേറൊരു ടെക്നിക്സാണ്. ദെൻ തേർഡ് വൺ, റീകൺസിലേഷൻ. It is a method to find out the causes of difference between two figures. നമുക്കറിയാം ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ പാസ്ബുക്കിലും ഉള്ള അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തതും പാസ്ബുക്കിലുള്ളതും തമ്മിലുള്ള ഡിഫറൻസസിൻ്റെ റീസൺസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഓഡിറ്റ് വർക്ക് ചെയ്യാവുന്നതാണ്. Disagreements between the two figures are removed by preparing reconciliation statement. അപ്പോൾ അത്തരത്തിലുള്ള ഇംബാലൻസസ് ഉണ്ടാവുകയാണെങ്കിൽ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഫോർത്ത് വൺ, അനലൈസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. This is a technique used by auditors to establish the relationship between two factors. The accounting ratios are generally used. Ratios generally in use are profitability ratio, liquidity ratio, solvency ratio, average collection period ratio, etc. to test the profitability, capacity and efficiency of the firm. അപ്പോൾ ഒരു ഫേമിൻ്റെ എഫിഷ്യൻസി, ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി, ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ടെക്നിക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അത് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ റേഷ്യോസ് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ റേഷ്യോസ് യൂസ് ചെയ്തുകൊണ്ട് ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഫിഫ്ത്ത് വൺ, ഫിസിക്കൽ എക്സാമിനേഷൻ. ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഐറ്റം ക്യാൻ ബി വെരിഫൈഡ് ബൈ ഫിസിക്കൽ എക്സാമിനേഷൻ ബൈ ദ ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ എക്സാമിനേഷൻ, അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ അസറ്റ്സ്, ദെൻ ഏതെങ്കിലും തരത്തിലുള്ള ഇവൻറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐറ്റംസ് ഇതൊക്കെ എന്ത് ചെയ്യുക? ഫിസിക്കലി വെരിഫൈ ചെയ്യാം. ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള റെക്കോർഡ്സ് മാത്രം വെരിഫൈ ചെയ്യാതെ റെക്കോർഡ്സിൽ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ് ഫിസിക്കലി ആ ഫേമിനുണ്ടെന്നും അതിൻ്റെ ടൈറ്റിൽ ടു ഗുഡ്സ് ആ ഫേമിനാണെന്നും ഉറപ്പുവരുത്തുന്നതിനുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാം. ദെൻ ടെസ്റ്റ് ചെക്കിംഗ് ഓർ ടെസ്റ്റിംഗ്. ഇൻ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ ദർ ആർ എ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ചെക്ക് ഈച്ച് ആൻഡ് എവറി ഐറ്റം. സാമ്പിൾസ് ആർ സെലക്ടഡ് ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമിലർ ട്രാൻസാക്ഷൻ. ടെസ്റ്റ് ചെക്കിംഗ് techniques is used to test a representative of item to draw conclusion about the characteristics of all the items. ഇപ്പോൾ സെയിം ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹ്യൂജ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രാൻസാക്ഷൻ പെർ ഡേയിൽ പെർ മിനിറ്റിൽ എന്ന് പറയും പോലെ ട്രാൻസാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ഇവൻറ്റും ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റഡ് ഫാക്റ്റ് ആയതുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? സിമിലർ നേച്ചർ ഉള്ളതിൽ നിന്ന് ഒരു റാൻഡം ബേസിൽ സർട്ടൺ ഫാക്ട് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റിന് വിധേയമാക്കുന്നു. ദെൻ റിമൈനിങ് ഫാക്റ്റ് ഒക്കെ ഈ ടെസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്താണോ അത്തരത്തിലാണ് എന്നുള്ള അസംഷനിൽ ഓഡിറ്റർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ വെരിഫിക്കേഷൻ ഓഫ് ദി പോസ്റ്റിംഗ്. ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് ദ പോസ്റ്റിംഗ് ഇൻ ദ റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സ്. Verification of the posting is needed to establish authenticity and correctness of records in the books of accounts. ഇപ്പോൾ വെരിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ഓഡിറ്ററാണ്, വാല്യുവേഷൻ ചെയ്യേണ്ടത് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ഐറ്റംസും എഴുതി വെച്ചിട്ടുള്ളത് ഫിസിക്കലി ആ ഫോമിൽ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് വെരിഫിക്കേഷൻ പ്രോസസ്. 9th one, extension verification. This is a technique multiplying two or more amount to test the accuracy of total. ഇപ്പോൾ ടോട്ടൽ വെരിഫിക്കേഷൻ നടത്തുന്നു. അപ്പോൾ അങ്ങനെ വെരിഫിക്കേഷൻ നടക്കുമ്പോൾ 3-4 ഐറ്റം എടുത്തിട്ട് എന്ത് ചെയ്യുക? ടെക്നിക്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഉറപ്പുവരുത്താവുന്നതാണ്. Then enquiry. If the auditor is not completely satisfied with the transaction, he can inquire with the responsible officials of the client. More detailed information can be obtained by using these techniques. ഇപ്പോൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നിടത്തോ മറ്റേതെങ്കിലും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നിടത്തോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മോർ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒഫീഷ്യൽസ് ആരാണോ അവരോട് എൻക്വയറി നടത്തിക്കൊണ്ട് ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള
ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ എൻക്വയറി നടത്തിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഒബ്സർവേഷൻസ്. 11th one, observations. The auditor observes and witness at the time of physical stock taking conducted by the staff at the end of the period. It helps to satisfy that stock taking is done properly. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ എല്ലായ്പ്പോഴും സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റാഫ്, സ്റ്റോർ കീപ്പറെ കൂടാതെ ഒരു സ്റ്റാഫും കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ സ്റ്റാഫിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഡിറ്റർ എന്ന രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. Okay, documentary examination. The auditor to prove the genuineness of the transaction with related document uses the techniques such as bills, receipt, counterfoil, minutes, etc. അപ്പോൾ ഇതൊരു ടെക്നിക്സ് ആണ്. അതായത് വൗച്ചിങ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡോക്യുമെൻ്ററി എക്സാമിനേഷൻസ് നടത്തി പോകുന്നത്. ദെൻ ഫൂട്ടിംഗ്. To test accuracy of total the columns of different accounting figures can be used. ഇപ്പോൾ അക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടോട്ടൽ ദ കോളംസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് ഫിഗേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഫൂട്ടിംഗ് ടെക്നിക്സ് എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. കാസ്റ്റിംഗ് ആൻഡ് ഫൂട്ടിംഗ്. ദെൻ ഫ്ലോ ചാർട്ടിംഗ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് വേരിയസ് ഇവൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് പീരിയഡ്. സെയിൽസ്, പ്രോഫിറ്റ്, പെർഫോമൻസ് ആർ പ്രസൻറ്റഡ് ബൈ യൂസിങ് ഫ്ലോ ചാർട്ട് ടെക്നിക്. അപ്പോൾ ഫ്ലോ ചാർട്ട് ഡ്രോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഫോമിനകത്ത് നടന്നിട്ടുള്ള ഓൾ ട്രാൻസാക്ഷൻസിനെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റിംഗ് ടെക്നിക്സ്.